313 ബദിരീങ്ങൾക്ക് പകരം ഞാൻ ഒറ്റക്ക് മതി നിങ്ങൾക്ക്. 313 ബദിരീങ്ങൾക്ക് ഇപ്പോ 313 ബദിരീങ്ങളോ, അതൊക്കെ എക്സ്പയർ ആയി, അതിന്റെ കാലൊക്കെ കഴിഞ്ഞു. ഈ 313 ബദിരീങ്ങൾക്കും ഈ ബുദ്ധി തിരിഞ്ഞു പോയ ഈ മനുഷ്യൻ മതി എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പൗരോഹിത്യം പോയി. മാത്രമല്ല, അവിടെയും തീർന്നില്ല. വേണ്ടി വന്നാൽ മടവൂരുൻ ഇബ്ലീസിൻ കൊടിയത് ചൂടും പോലെ, വേണമെങ്കിൽ അവനെ പടയതുപോലെയാക്കും മടവൂർ. ഉന്നതരാം കേമമലായികത്തിൻ ഗുരുവാക്കും. ചിലപ്പോ ഈണം കൊണ്ട് അർത്ഥം മനസ്സിലായില്ലെന്ന് വരും. വേണ്ടി വന്നാൽ മടവൂരും, അഥവാ മടവൂര് വേണ്ടി വന്നാൽ ഇബ്ലീസിൻ കൊടിയത് ചൂടും പോലെ, അഥവാ ഇബ്ലീസിനെ കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ അവനെ പടയത് പോലെയാക്കും. ഇബ്ലീസ് ആരെയുന്നു? ആദം നബിന്റെ സ്റ്റുഡന്റ് ചെയ്യുന്നു. നല്ല ആലിമാണ്, നല്ല പണ്ഡിതനാണ്. നമ്മുടെ നാട്ടിലെ ചില പണ്ഡിതന്മാരുടെ, നല്ല കിതാബോധിയ പണ്ഡിതന്മാർ എന്തുകൊണ്ട് പിഴച്ചുപോയി എന്ന് പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ എന്ന് ചിന്തിക്കാറുണ്ട്. അഗാധമായ ചിന്തയിലേക്ക് കടന്നു പോകേണ്ട ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ് ഇബ്ലീസ്. ആദം നബിയുടെ സ്റ്റുഡന്റാണ്. ആ ആദം നബിയുടെ സ്റ്റുഡന്റായ ഇബ്ലീസ് പിഴച്ചുപോയെങ്കിൽ വേറെ ആർക്കും ആ പിടവ് സംഭവിക്കാം. വേണമെങ്കിൽ അവനെ പടയത് പോലെയാക്കുന്ന, ഇബ്ലീസിനെ പടയത് പോലെ ആക്കാൻ മടവൂരിന് കഴിവുണ്ട്. ഉന്നതരാം കേമമലായികത്തിൻ ഗുരുവാക്കും. മലായിക്കത്തിനെ പോലെ എന്നല്ല പറയാം, മലക്കളെ ഉസ്താദാക്കി മാറ്റും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മടവൂരുമായി ബന്ധപ്പെട്ട ഭക്തന്മാർ, മടവൂർ മതക്കാർ വഴിമാറിപ്പോകുന്നത് പ്രിയമുള്ളവരെ നമ്മൾ